നവ്യയ്ക്ക് പ്രസവ ഡേറ്റ് എല്ലാം പറഞ്ഞിരിക്കുന്ന സമയമായിരിക്കും. അങ്ങോട്ടേക്ക് നയന വരുന്നുണ്ട്. ചേച്ചി, ഇനി എല്ലാം നല്ല പോലെ ശ്രദ്ധിക്കണം. ഏത് നിമിഷവും പ്രസവം നടക്കുമെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്. അതുകൊണ്ട് പ്രസവത്തിന്റെ ഡേറ്റ് പറഞ്ഞതിന്റെ 2 ദിവസം മുൻപെങ്കിലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നതാണ് നല്ലത്. വയ്യായ വന്ന് ഇവിടുന്ന് പോകുന്നതിലും നല്ലതല്ലേ ചേച്ചി. ഇനിയിപ്പോ 3-4 ദിവസം മാത്രമല്ലേ ഉള്ളൂ. ചേച്ചി, അതിനു വേണ്ട കാര്യങ്ങളെല്ലാം ചേച്ചി ഒരുക്കി വെച്ചിട്ടുണ്ടോ? വീട്ടിലാണെങ്കിൽ അമ്മ എല്ലാ കാര്യങ്ങളും നോക്കും. ചേച്ചി ഇപ്പോൾ വീട്ടിലോട്ട് പോകുന്നില്ലെന്നല്ലേ പറഞ്ഞത്. അതുകൊണ്ട് ചേച്ചിയുടെ കാര്യങ്ങൾ നോക്കേണ്ടത് എൻ്റെ കൂടെ അവകാശമല്ലേ. ചേച്ചിക്ക് എന്തൊക്കെയാ വേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് പോയി മേടിക്കാം. വേണ്ട നയനെ, എനിക്കും കുഞ്ഞിനും വാങ്ങിക്കേണ്ടതെല്ലാം കുഞ്ഞിൻ്റെ അച്ഛനല്ലേ. അതുകൊണ്ട് അവൻ മേടിക്കട്ടെ, നീ ആയിട്ടൊന്നും വാങ്ങിച്ചു തരണ്ട. ചേച്ചിക്ക് അബിയുടെ കാര്യം അറിയുന്നതല്ലേ. അവന് സ്വന്തം കുഞ്ഞാണെന്നുള്ളൊരു പരിഗണന പോലും ചേച്ചിയോട് കാണിക്കുന്നില്ല. ആദർശേട്ടനാ എന്നെ ഇത് ഓർമ്മിച്ച് ചേച്ചിയുടെ അടുത്തോട്ട് പറഞ്ഞു വിട്ടത്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആദർശേട്ടനോട് പറയാനും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും മോളെ, നീ ഭാഗ്യം ചെയ്തവളാ. അതുകൊണ്ടല്ലേ നല്ലൊരു ഭർത്താവിനെയും അമ്മായിയമ്മയൊക്കെ കിട്ടിയത്. എൻ്റെ കാര്യം അങ്ങനെയല്ല. അബിയും അവൻ്റെ അമ്മയും ഒരുപോലെ തന്നെയാ. പ്രസവത്തോടു കൂടി കുഞ്ഞും ഞാനും മരിച്ചു പോയാൽ അത്രയും സന്തോഷാന്ന് കരുതിയിരിക്കുന്നവരാ അബിയും അബിയുടെ അമ്മയും. ചേച്ചി, ഈ സമയത്ത് ഇങ്ങനെയൊന്നും പറയല്ലേ. എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? അല്ല നയനെ, എനിക്കും ഇടയ്ക്ക് തോന്നാറുണ്ട്, അങ്ങ് പോയാൽ മതിയായിരുന്നു. എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നേ? ഈ സമയത്ത് എന്തൊക്കെ രീതിയിൽ ഭർത്താവിൻ്റെ സപ്പോർട്ട് വേണ്ടതാ, അതൊന്നും എനിക്ക് കിട്ടുന്നില്ല. എന്നാലും ഞാൻ എൻ്റെ കുഞ്ഞിനെ ഓർത്താ മുന്നോട്ട് പോകുന്നത്. ചേച്ചി വിഷമിക്കല്ലേ. അബിയുടെ സ്വഭാവത്തിൽ നല്ല മാറ്റം വരും. എത്ര നാളായി മോളെ ഇത് തന്നെ പറഞ്ഞിരിക്കുന്നു. അവൻ്റെ സ്വഭാവത്തിലെ ഒരു മാറ്റവും വരില്ല. അവനിപ്പോൾ മറ്റു പെൺപിള്ളാരെ കൂടെയാ നടത്തവും കറക്കും ഒക്കെ. എല്ലാം അറിഞ്ഞിട്ടും ഞാൻ പ്രതികരിക്കാതിരിക്കുന്നത് എൻ്റെ കുഞ്ഞിനോർത്താ. ഇനി ഈ വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടാവരുതെന്ന് കരുതിയിട്ട് മാത്രാ. ചേച്ചി, പ്രസവം കഴിഞ്ഞ് കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞാൽ അബിയുടെ സ്വഭാവത്തിൽ നല്ല മാറ്റം വരും. കുഞ്ഞിനെ സ്നേഹിക്കാനും അതുപോലെ കുഞ്ഞിന് വേണ്ട കാര്യങ്ങളെല്ലാം അബി നോക്കുന്നത് തന്നെ എനിക്ക് തോന്നുന്നേ. മോളെ, നീ വിചാരിക്കുന്ന പോലെയല്ല. അബി ഒരു ക്രൂര ചിന്തയുള്ള മനുഷ്യനാ. അതുകൊണ്ട് അവൻ്റെ സ്വഭാവത്തിൽ മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. ആദർശേട്ടനും അനിയും ഈ വീട്ടിലെ കൊച്ചുമക്കളാ, അനന്തപുരി തറവാട്ടിലെ കൊച്ചുമക്കള്. അതുകൊണ്ടാ അനിയും ആദർശേട്ടനൊക്കെ ഇത്ര നല്ല സ്വഭാവമായത്. എന്നാ അബി അങ്ങനെയല്ല. അബിയും ഈ കുടുംബവും തമ്മിൽ ഒരു രക്തബന്ധവുമില്ല. അത് നിനക്ക് അറിയുന്നല്ലേ. അതുകൊണ്ട് അവൻ്റെ സ്വഭാവം അങ്ങനെ തന്നെ ആയിരിക്കും. അവൻ്റെ അമ്മയെ ഈ കുടുംബത്തിലെ മുത്തശ്ശനും മുത്തശ്ശിയും ദത്തെടുത്തില്ലായിരുന്നെങ്കിൽ അവൻ എവിടെയെങ്കിലൊക്കെ ജീവിക്കേണ്ടവനാ. ഇതിപ്പോൾ ഇത്രയും നല്ല മനുഷ്യരുടെ കൂട്ടത്തിൽ കൂടിയിട്ടും അവരെയൊന്നും തിരിച്ചറിയാനോ അവരുടെ നല്ല സ്വഭാവമോ അബിക്ക് കിട്ടിയിട്ടില്ല. ചേച്ചി, വിഷമിക്കാതിരിക്കുക. ഈ സമയത്ത് ഇങ്ങനെ സങ്കടപ്പെടാനൊന്നും പാടില്ല. എനിക്ക് സങ്കടമൊന്നുമില്ല. ഞാൻ എൻ്റെ പരിഭവം പറഞ്ഞെന്നേ ഉള്ളൂ. അതെന്തായാലും എൻ്റെ തലവിധിയാ. അതങ്ങനെ അങ്ങ് പോവും. അങ്ങനെ നയന അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീടായിട്ട് അബിയുടെ അടുത്തോട്ട് നവ്യ വരുന്നുണ്ട്. അബിയോട് നവ്യ പറയുന്നുണ്ട്, അബി, എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണം. എന്ത് സാധനങ്ങൾ? നിനക്കറിയില്ലേ, പ്രസവം ഇന്നോ നാളെ എന്ന് കരുതിയിരിക്കുക. 2-3 ദിവസം കഴിഞ്ഞാൽ പറഞ്ഞ ഡേറ്റാ. അതിനു മുൻപെങ്കിലും എനിക്ക് കുഞ്ഞിന് വേണ്ട സാധനങ്ങൾ വാങ്ങിക്കണ്ടേ? ഹോസ്പിറ്റൽ ബാഗൊക്കെ തയ്യാറാക്കണ്ടേ? അത് നിനക്ക് അറിയുന്നതല്ലേ. നീ ഇവിടെയുള്ള എന്തെങ്കിലുമൊക്കെ എടുത്തോണ്ട് പോയാൽ മതി. നിനക്ക് കുഞ്ഞിനെ ഒന്നും ചെയ്യാനൊന്നും എൻ്റെ കയ്യിൽ പൈസയില്ല. എടാ, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? നിന്റെ കുഞ്ഞ് എൻ്റെ വയറ്റിൽ കിടക്കുന്നേ. ആ കുഞ്ഞിനി ഇങ്ങോട്ട് വന്നാലും നീ ആ കുഞ്ഞിൻ്റെ മുഖത്ത് പോലും നോക്കില്ലേ? അത് എൻ്റെ കുഞ്ഞാണെന്നേ എനിക്ക് കുറച്ച് സംശയമുണ്ട്. അതൊക്കെ മാറട്ടെ. അപ്പം ഞാൻ വേണമെങ്കിൽ കുഞ്ഞിനെ സ്നേഹിക്കാം. ചേ, നീയൊക്കെ ഒരു മനുഷ്യനാണോടാ? നിന്റെ കുഞ്ഞാണെന്ന് അറിയാൻ നീ എന്താ ചെയ്യാൻ പോകുന്നേ? DNA ടെസ്റ്റ് ചെയ്യണോ നിന്റെ കുഞ്ഞാണെന്ന് അറിയാൻ? ദേ നവ്യ, നിനക്കോ നിന്റെ കുഞ്ഞിനോ വേണ്ടി ഒരു കാര്യവും ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല. 5-ാം മാസത്തെ ചടങ്ങിനും സീമന്തത്തിനും നിന്റെ ഭർത്താവായി കൂടെ നിന്നു എന്ന് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ ഞാൻ ഇപ്പോഴും നിന്നെയോ നിന്റെ കുഞ്ഞിനെയോ അംഗീകരിക്കുന്നില്ല. നീ നിന്റെ പാട് നോക്കി നിന്റെ വീട്ടിലോട്ട് പോകായിരുന്നില്ലേ? അവിടെ ചെന്നാൽ നിന്റെ അച്ഛനും അമ്മയും നിനക്ക് വേണ്ടതെല്ലാം വാങ്ങി തന്നേനെ. നീ എന്തിനാ പ്രസവം വരെ ഇവിടെ നിന്നത്? എല്ലാ പെണ്ണുങ്ങളും 7-ാം മാസത്തിന് സ്വന്തം വീട്ടിലോട്ട് പോകും. നീ എന്നെ ബുദ്ധിമുട്ടിക്കാനും എന്നെ ശല്യം ചെയ്യാനും വേണ്ടിയിട്ടല്ലേ ഇവിടെ തന്നെ നിൽക്കുന്നേ? അതേടാ, നിന്നെ ശല്യം ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാ ഞാനിവിടെ നിൽക്കുന്നേ. നിനക്കറിയോ, ഞാനിവിടെ നിന്നാലെങ്കിലും നീ എന്നെ ഒന്ന് സ്നേഹിക്കുമെന്ന് കരുതിയിട്ടാ ഞാൻ എൻ്റെ വീട്ടിലോട്ടും കൂടെ പോവാതെ ഇവിടെ നിൽക്കുന്നത്. നിന്റെ സ്നേഹം കിട്ടാനായിട്ട്. നിന്നെ ഞാൻ ആത്മാർത്ഥമായിട്ടായിരുന്നു സ്നേഹിച്ചിരുന്നത്. എന്നാ നീ എന്നെ അങ്ങനെയല്ല, എൻ്റെ സ്വത്ത് മോഹിച്ചിട്ടാ നീ എന്നെ സ്നേഹിച്ചത്. എൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് അറിഞ്ഞപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന സ്നേഹമെല്ലാം നിനക്കൊരു നിമിഷം കൊണ്ട് ഇല്ലാതായി അല്ലേടാ? അതെ, നീ വലിയ പണക്കാരിയാണെന്ന് കരുതിയിട്ട് തന്നെയാ നിന്റെ പുറകെ നടന്നതും നിന്നെ കല്യാണം കഴിച്ചതും. അതല്ലാന്ന് കണ്ടപ്പോൾ ഞാൻ എൻ്റെ പാട് നോക്കി. എടാ, നിന്നോടൊന്ന് സംസാരിക്കാനേ ഞാനില്ല എന്നും പറഞ്ഞ് നവ്യ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് പോകുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ നയന കേൾക്കുന്നുണ്ടായിരിക്കും. നയനയുടെ മുൻപിലോട്ടായിരിക്കും നവ്യ ചെല്ലുന്നത്. ചേച്ചി, ഞാൻ എല്ലാം കേട്ടു.
അഭി ഇത്ര ക്രൂരനാണെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. ചേച്ചി എന്തായാലും വിഷമിക്കല്ലേ, ഞാനുണ്ട് ചേച്ചിയുടെ കൂടെ. ഞാൻ മാത്രമല്ല, ആദർശേട്ടനും ചേച്ചിയുടെ എല്ലാ കാര്യത്തിനും കൂടെ തന്നെ ഉണ്ടായിരിക്കും. അങ്ങനെ പിറ്റേ ദിവസം തന്നെ ആദർശും നയനയും കൂടെ പുറത്തുപോയി നവ്യയ്ക്ക് വേണ്ടതും കുഞ്ഞിന് വേണ്ടതുമായിട്ടുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു വരുന്നുണ്ട്. തൊട്ടിലടക്കം എല്ലാം വാങ്ങിച്ച് നവ്യയുടെ റൂമിലോട്ട് ആദർശും നയനയും ചെല്ലുന്നുണ്ട്. ഇതൊക്കെ കാണുന്ന നവ്യയ്ക്ക് സന്തോഷവും സങ്കടവും ഒക്കെ തോന്നുവാണ്. ചേച്ചിക്കും കുഞ്ഞിന് വേണ്ട എല്ലാ സാധനങ്ങളും ഞങ്ങൾ പോയി വാങ്ങിച്ചിട്ടുണ്ട്. ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടോ നോക്കിയേ, എങ്ങനെയുണ്ട്, നല്ല ഭംഗിയുണ്ടോ എന്നൊക്കെ പറഞ്ഞ് എല്ലാം എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. ഇതൊക്കെ കാണുമ്പോഴും നിറ കണ്ണുകളോടുകൂടിയാണ് നവ്യ നിൽക്കുന്നത്. മോളെ, ഇതൊക്കെ വാങ്ങിത്തരേണ്ടത് എൻ്റെ ഭർത്താവായിരുന്നു. എന്നാ അവനതിനൊന്നും താല്പര്യമില്ല. ഇപ്പോഴും അവൻ പറയുന്നത് അവൻ്റെ കുഞ്ഞല്ല എന്നാ. എന്തായാലും നിങ്ങളിതൊക്കെ എനിക്ക് വേണ്ടി ചെയ്യുന്നുണ്ടല്ലോ, അത് തന്നെ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. ചേച്ചി, അബിയുടെ കാര്യമോർത്ത് ചേച്ചി വിഷമിക്കണ്ട. അവൻ്റെ സ്വഭാവത്തിൽ മാറ്റമൊക്കെ വരും. ചേച്ചി എന്തായാലും നല്ല സന്തോഷത്തോടു കൂടി ഇരിക്കേണ്ട സമയമാണ്. ഇനി 2 ദിവസം കഴിഞ്ഞാൽ ഹോസ്പിറ്റലിലോട്ട് പോകാനുള്ളതല്ലേ. അമ്മയും നന്ദവും ഇന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് ദിവസം കൂടെയല്ലേ ഉള്ളൂ. അതുകൊണ്ട് ചേച്ചിയുടെ അടുത്ത് നിൽക്കാന്നാ അമ്മ പറയുന്നേ. മോളെ, എന്തിനാ അമ്മയോട് ഇങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞത്? ഇവിടെ വന്നു കഴിഞ്ഞാൽ അബിയുടെ സ്വഭാവമൊക്കെ അമ്മ അറിയും. അമ്മയ്ക്കത് വല്ലാത്ത സങ്കടാവും മോളെ. ചേച്ചി, ഇനിയിപ്പോൾ അമ്മയോട് നമ്മൾ പറഞ്ഞില്ലെങ്കിലും അമ്മയ്ക്ക് ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. പലതവണ അമ്മ എൻ്റെ അടുത്ത് തന്നെ ചോദിച്ചിട്ടുണ്ട്, ഇപ്പോഴും നവ്യയും അഭിയും തമ്മിൽ സ്നേഹത്തിലല്ലേ എന്ന്. കാരണം സീമന്തത്തിനും 5ാം മാസ ചടങ്ങിനും ഒക്കെ അഭിയുടെ സ്വഭാവം അമ്മ കണ്ടതല്ലേ. ചേച്ചി അതൊന്നും ഓർത്ത് പേടിക്കണ്ട. ഇപ്പം ചേച്ചിയുടെ അടുത്ത് അമ്മ നിൽക്കണം. അതുകൊണ്ട് തന്നെയാ ഞാൻ അമ്മയോട് ഇങ്ങോട്ട് വേഗം വരാനായിട്ട് പറഞ്ഞത്. ഇനി അതൊന്നോർത്ത് ചേച്ചിയുടെ മനസ്സിൽ സങ്കടമൊന്നും വേണ്ട. നമുക്കേ കുഞ്ഞുവാവയ്ക്കുള്ള ഡ്രസ്സുകളെല്ലാം ഒന്ന് എടുത്ത് നോക്കിയാലോ. അങ്ങനെ എല്ലാ ഡ്രസ്സുകളും ഒക്കെ എടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട് നയന. അങ്ങനെ കനക വരുന്നുണ്ട് നവ്യയുടെ അടുത്തോട്ട്. എന്നാൽ ഇതൊന്നും ജലജയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അവസാന നിമിഷം വരെ കുഞ്ഞിനെയും നവ്യയെയും എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം എന്നായിരിക്കും ജലജയുടെ മനസ്സിൽ. അഭിയാണെങ്കിൽ ജലജയുടെ അടുത്തോട്ട് വരുന്നുണ്ട്. അമ്മേ, ഇനിയിപ്പോൾ 2-3 ദിവസമുള്ളൂ അവൾ പ്രസവിക്കാനായിട്ട്. കുഞ്ഞുമായിട്ട് വീണ്ടും അവൾ ഇങ്ങോട്ട് കയറി വരും. അത് കഴിഞ്ഞാൽ പിന്നെ അവളെ ഇവിടുന്ന് പുറത്താക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നീ പറഞ്ഞത് ശരിയാടാ. ഇനി കണ്ണടച്ചാലേ അവൾ ഇങ്ങോട്ട് തന്നെ വരും. പിന്നെ നിന്റെ പ്ലാനുകളൊന്നും നടക്കില്ല. അവൾ ഇവിടുന്ന് ഒഴിവാക്കാനും പറ്റില്ല. അതെനിക്കും തോന്നിയതാ. ഞാനെന്തായാലും ഒരു വഴി കണ്ടിട്ടുണ്ട്. ഇതിപ്പോൾ നിറവയറോടുകൂടി നിൽക്കുക. ഇപ്പോൾ ഒന്ന് വീണാലോ ഒന്ന് ഉരുണ്ടാലോ എന്തായാലും അമ്മയ്ക്കോ കുഞ്ഞിനോ എന്തെങ്കിലും സംഭവിക്കും. ഇത് നമ്മൾ മുതലാക്കുന്നത് നല്ലത് എന്ന് ജലജ അഭിയോട് പറയുന്നുണ്ട്. അല്ല, അമ്മ എന്താ പറയുന്നേ? നീ കണ്ടോ, എല്ലാം ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്നും പറഞ്ഞ് ജലജ നവ്യയുടെ റൂമിലോട്ട് പോകുന്നുണ്ട്. റൂമിലാണെങ്കിൽ ബാത്റൂമിൽ നവ്യ തേച്ച് കുളിക്കുന്ന എണ്ണകളൊക്കെ ഉണ്ടായിരിക്കും. അതിലുള്ള എണ്ണ ബാത്റൂമിലെല്ലാം അങ്ങ് ഒഴിക്കുന്നുണ്ട്. പിന്നീടായിട്ട് നവ്യ ബാത്റൂമിലോട്ട് കയറാൻ നേരത്ത് എണ്ണ ചവിട്ടി അവിടെ വീഴുവാണ്. നടുവിടിച്ചായിരിക്കും നവ്യ അവിടെ വീഴുന്നത്. ആ സമയത്ത് അങ്ങോട്ടേക്ക് ഓടി വരുന്നത് നയനയായിരിക്കും. എന്നാ ഈ കരച്ചിലും ബഹളമൊക്കെ കേട്ടിട്ടും അങ്ങോട്ടേക്ക് ജലജ വരുന്നുണ്ടായിരിക്കില്ല. എല്ലാവരെയും കാണിക്കാനായിട്ട് എല്ലാവരും വന്നതിന് ശേഷം ജലജ ഓടി വരുന്നുണ്ട്. അയ്യോ, എന്താ നവ്യയ്ക്ക് പറ്റിയത്? നവ്യ മോളെ, എന്താ പറ്റിയേ എന്നൊക്കെ ചോദിച്ച് നവ്യയുടെ അടുത്തോട്ട് വന്ന് വിളിക്കുന്നുണ്ട്. നവ്യയ്ക്ക് അപ്പോഴേക്കും ബ്ലീഡിംഗ് ഒക്കെ തുടങ്ങിക്കാണും. നവ്യയാണെങ്കിൽ ഉറക്കെ കരയുന്നുണ്ടായിരിക്കും. അബിയുടെ മുഖത്തും ജലജയുടെ മുഖത്തും സന്തോഷത്തിന്റെ പുഞ്ചിരിയായിരിക്കും. അങ്ങനെ നേരെ ഹോസ്പിറ്റലിലോട്ട് എത്തിക്കുന്നുണ്ട്. ഡോക്ടർ എല്ലാവരോടായി പറയുന്നുണ്ട്, നവ്യയുടെ കണ്ടീഷൻ കുറച്ച് ക്രിട്ടിക്കലാണ് എന്ന് പറയുമ്പോൾ കനകയും നവ്യയും എല്ലാവരും കരയുന്നുണ്ടായിരിക്കും. ഇത് കേട്ട് ഒരുപാട് സന്തോഷത്തിലായിരിക്കും ജലജയും അതുപോലെ അഭിയും നിൽക്കുന്നത്. എന്ന ദേവയാനി നയനയെ പോയി സമാധാനിപ്പിക്കുന്നുണ്ട്. നീ സങ്കടപ്പെടാതിരിക്കുക, നവ്യയ്ക്കൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. ഡോക്ടറാണെങ്കിൽ കണ്ട് സംസാരിക്കാനായിട്ട് ആദർശിനെയും നയനയെയും വിളിക്കുന്നുണ്ട്. ഡോക്ടർ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഒരു ഉറപ്പും പറയാൻ പറ്റില്ല അമ്മയെയാണോ കുഞ്ഞിനെയാണോ രക്ഷപ്പെടുത്താൻ പറ്റുക എന്ന്. എന്തായാലും നിങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക എന്നൊക്കെ കേൾക്കുമ്പോൾ നയനയ്ക്ക് വല്ലാത്ത സങ്കടമായിരിക്കും. അങ്ങനെ ഇക്കാര്യങ്ങളൊന്നും ആരോടും പറയാതെ ഉള്ളിലൊതുക്കി നയനയും ആദർശം നിൽക്കുവാണ്. അങ്ങനെ നവ്യയുടെ ഡെലിവറി കഴിഞ്ഞ് കുഞ്ഞിനെ പുറത്തോട്ട് കൊണ്ടുവരുന്നുണ്ട്. കുഞ്ഞിനെ കാണുമ്പോൾ എല്ലാവർക്കും സമാധാനമാവുന്നുണ്ട്. എന്നാ നയന ഡോക്ടറോട് ചോദിക്കുന്നുണ്ട്, ഡോക്ടറെ, ചേച്ചിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഞങ്ങൾക്ക് ചേച്ചിയെ രക്ഷപ്പെടുത്താൻ പറ്റിയില്ല, കുഞ്ഞിനെ മാത്രമേ രക്ഷപ്പെടുത്താൻ പറ്റിയുള്ളൂ എന്ന് പറയുന്ന സമയത്ത് എല്ലാവരും പൊട്ടിക്കരയുമായിരിക്കും.